നാലാഞ്ചിറ അമ്പനാട്ട് നടന്ന ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്നും നാടും വീടും ഒന്നും മോചിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഭാര്യയെ വകവരുത്തി കടന്നുകളഞ്ഞ പ്രതിയായ സുരേഷ് ഓടിച്ച കാർ എത്തിയത് ഇവിടെ വരെയായിരുന്നു. തമ്പാനൂർ കരമന വഴി ഇവിടേക്ക് വരും വഴി പ്രതി ഉപേക്ഷിച്ച മൊബൈൽ ഫോൺ ഇന്നലെ തന്നെ പോലീസിന് കിള്ളിപ്പാലത്തിനടുത്ത് നിന്ന് കിട്ടിയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ആ കാറ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കി നീങ്ങിയതായി കണ്ടു. തെരഞ്ഞെത്തിയ മണ്ണന്തല സ്റ്റേഷനിലെ പോലീസിന്റെ ശ്രദ്ധയിൽ ഈ കാർ ഇന്ന് കണ്ടു. അന്ന് പുലർച്ചെ 6:30 ഈ കാർ അവിടെ കിടക്കുന്നത് കണ്ടതായി നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കൃത്യം നടത്തിയത് പ്രതി ഏകദേശം 5:30 ആയിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാവിലെ നടന്ന ആ ബഹളത്തിൽ കുട്ടികൾ ഉണർന്നു വരുമ്പോൾ കണ്ട കാഴ്ച അവരുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിരുന്നു. ആ വിഷയത്തിന്റെ വ്യാപ്തി എന്തുമാത്രം വലുതായിരുന്നുവെന്ന് സമീപത്തെ പോലീസ് സ്റ്റേഷനൊക്കെ അറിയാമായിരുന്നതുമാണ്. ഈ കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ അയാളുടെ മാനസിക വ്യാപാരങ്ങൾ എന്തൊക്കെയായിരുന്നിരിക്കണം എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കൽ പോലും അയാൾ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നതായി തോന്നിയില്ല. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാനിത് മനസ്സിലാക്കിയതുമാണ്, ഞങ്ങളിത് സംസാരിച്ചതുമാണ്. അയാൾ ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. കാരണം ഈ വ്യക്തി സുരേഷ് കുമാർ എന്ന് പറയുന്ന ആൾ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് ഒരു മൊബൈൽ കടയിലെ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന സമയത്താണ്. അവിടെ അടുത്ത ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വന്ന ആ പെൺകുട്ടി ഈ മൊബൈൽ റിപ്പയറിംഗ് ചെയ്യുന്ന യുവാവുമായി പ്രണയത്തിലാവുന്നു. പക്ഷേ നാടും വീടും ആ പ്രണയത്തെ വിലക്കുകയായിരുന്നു. ഒടുവിൽ ആ വിലക്കുകളെയും നിർബന്ധങ്ങളെയും നിബന്ധനകളെയും ഒക്കെ അതിലംഘിച്ച് ആ പെൺകുട്ടി അയാളോടൊപ്പം ഇറങ്ങി ഓടി. അത് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അന്ന് ഉണ്ടാക്കിയതുമാണ്. കാലം അങ്ങനെ കഴിഞ്ഞു. അവർക്ക് 4 കുട്ടികൾ പിറന്നു. ആ 4 കുട്ടികളിൽ മൂത്തയാൾക്ക് ഏകദേശം 17 വയസ്സുണ്ട്. ജീവിതത്തിന്റെ മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ആ കുട്ടികൾക്ക് ഇന്ന് ഇവർ സമ്മാനിച്ചത് വലിയ ഒരു ദുരന്തം തന്നെയാണ്. മാതാപിതാക്കൾ 2 പേരും നഷ്ടപ്പെട്ട ദുഃഖത്തിലല്ലേ ആ കുട്ടികൾക്ക് ഇനി ജീവിക്കാനാവുക, വളരാനാവുക. ഇവിടെ വന്ന ഈ കാറ് പെട്രോൾ തീർന്ന അവസ്ഥയിലാണ് ഈ സ്ഥലത്ത് കിടന്നത് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നമ്മളിവിടെ വരുമ്പോൾ ഈ വാഹനത്തെ ഇവിടെ നിന്ന് മണ്ണന്തല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായി റിക്കവറി വാൻ എത്തിയിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു. വലിയ പെരുമഴ പെയ്തു നിൽക്കുകയാണ്. അവരുടെ ആ കുടുംബത്തിന്റെ കണ്ണുനീരു പോലെ. ഇവിടെ മതിയല്ല. കാര്യങ്ങളെ പച്ചയ്ക്ക് പറയാനുള്ള മടികൊണ്ടാണ് ഞാൻ ഈ ദൂരെ കൂടിയൊക്കെ പറയുന്നത്. പക്ഷേ ചില സമയത്ത് അത് പറഞ്ഞല്ലേ പറ്റൂ. ഭാര്യയായ ഹസീനയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച സുരേഷ് തമിഴ്നാട്ടിൽ ട്രെയിൻ തട്ടി മരിച്ചതായി സംശയിക്കുന്നു. തമിഴ്നാട്ടിലെ ചിദംബരത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ വ്യാഴാഴ്ച രാവിലെയാണ് ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് പോലീസ് കൈമാറിയ ചിത്രങ്ങളും അടയാളങ്ങളും പരിശോധിച്ച് തിരുവനന്തപുരം മണ്ണന്തല പോലീസ് ഇത് പ്രതിയായ സുരേഷ് തന്നെയാണെന്ന പ്രാഥമിക നിഗമനത്തിലെത്തി. എന്നാൽ ഇക്കാര്യത്തിൽ DNA പരിശോധന ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇനി ഉണ്ടാകേണ്ടതുണ്ട്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു തലസ്ഥാനത്ത് ഞെട്ടിച്ച കൊലപാതകം നടന്നത്. കൃത്യത്തിനു ശേഷം മകളെ ഫോണിൽ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് സുരേഷ് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തമിഴ്നാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയ വിവരം പുറത്തുവരുന്നത്. മക്കളുടെ മുന്നിൽ ചോരക്കളം, കൊലപാതകം, ഇതൊക്കെ ഒരു നിമിഷത്തിൽ ചെയ്തു പോയ കാര്യങ്ങളാണോ അതോ പദ്ധതി ഒരുക്കി പ്രകോപനപരമായി കാത്തിരുന്ന് ചെയ്തതാണോ അറിയില്ല. ബുധനാഴ്ച പുലർച്ചെ ഏകദേശം 5:45 നാലഞ്ചിറ മടത്തുനട KRA 158 തിരുപ്പതി ഭവൻ എന്ന വാടക വീട്ടിൽ കൊലപാതകം അരങ്ങേറിയത്. ഹസീനയെ സുരേഷ് മാരകമായി ആക്രമിക്കുന്നത് നേരിൽ കണ്ട മൂത്ത മകൾ ഈ വിവരം പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും സുരേഷ് കാറിൽ രക്ഷപ്പെട്ടിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കുളിമുറിയിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് സുരേഷ് വീട് വിട്ടിറങ്ങിയത്. തുടർന്ന് പ്രതിക്കായി പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു. പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച
വൈകുന്നേരത്തോടെ സുരേഷിൻ്റെ മൊബൈൽ ഫോൺ തിരുവനന്തപുരം കിള്ളിപ്പാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സൈബർ സെൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രതിയുടെ കാറ് കരമന കടന്നുപോയതായി സ്ഥിരീകരിച്ചു. ഈ കാറ് പിന്നീട് ബാലരാമപുരത്ത് റെയിൽവേ സ്റ്റേഷനരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പോലീസിനെ വഴിതെറ്റിക്കാനായി മൊബൈലും വാഹനവും തലസ്ഥാനത്ത് തന്നെ ഉപേക്ഷിച്ച ശേഷമാണ് സുരേഷ് തമിഴ്നാട്ടിലേക്ക് കടന്നത് എന്നാണ് നിഗമനം. ഈ സംശയവും നിരന്തര തർക്കവും വഴക്കും പലതവണ അവർ രണ്ടുപേരെയും സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പലതവണ കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞു വിട്ടതുമാണ്. ഇവരുടെ വിവാഹം പ്രണയിച്ചുള്ളതായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ എന്തുകൊണ്ടോ ചില അകൽച്ചകൾ ഉണ്ടായി. അതിന് അപവാദ പരാമർശങ്ങൾ പലതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ആ കുഞ്ഞുമക്കൾ ഈ വാർത്തകൾ കാണുമ്പോൾ പിന്നെയും അവർക്ക് നോവുണ്ടാക്കുന്ന തരത്തിൽ പറഞ്ഞിടാൻ വയ്യാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ വഴക്കിനും ബഹളത്തിനുമൊക്കെ ഒരു പരിഹാരമെന്ന നിലയ്ക്ക് ഒരു പൊതു സംവിധാനത്തിൻ്റെ ഇടപെടൽ കാര്യക്ഷമമായി ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയെ ഹസീനയെ കാണാനില്ലെന്ന് കാണിച്ച് സുരേഷ് മണ്ണന്തല പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ സമയത്ത് ഹസീന എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ചൊവ്വാഴ്ചയോടെ തിരിച്ചെത്തിയ ഹസീന സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. ഇതേ ചൊല്ലി സ്റ്റേഷനിൽ വെച്ചും ഇരുവരും തമ്മിൽ കടുത്ത തർക്കമുണ്ടായി. തുടർന്ന് മണ്ണന്തല പോലീസ് ഇരുവരെയും അനുനയിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചതാണ്. പക്ഷേ ചൊവ്വാഴ്ച രാത്രി വീട്ടിലെത്തിയ ശേഷം വഴക്ക് വീണ്ടും രൂക്ഷമാവുകയായിരുന്നു. ഈ തർക്കമാണ് ഒടുവിൽ പുലർച്ചയോടെ ക്രൂരമായ കൊലപാതകത്തിലെത്തിച്ചത്. അനാഥമായി പോയി പാവം 4 മക്കൾ. ഈ പ്രതി മുൻപും ഒരിക്കൽ ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. മണ്ണന്തല വട്ടിയൂർക്കാവ് മേഖലകളിലെ വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇവരും 4 മക്കളും. ബന്ധുവായ മറ്റൊരു സ്ത്രീയും 5 മാസം മുമ്പ് നാലാഞ്ചിറയിൽ എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും പ്രണയത്തിൻ്റെ ഓർമ്മകൾ മാത്രമുള്ള മാതാപിതാക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾ മരണപ്പെട്ടു. ഇതോടുകൂടി ആ മക്കളുടെ അവസ്ഥ എന്തായി എന്ന് ചിന്തിച്ചാൽ ആ തേങ്ങൽ മനസ്സിൽ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും കാലം ആഗ്രഹിച്ചതായിരുന്നോ എന്ന് തോന്നിപ്പോകും. സുരേഷ് നേരത്തെയും കടുത്ത മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. എന്തോ ചില പ്രശ്നങ്ങൾ അവർക്ക് തമ്മിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ആ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ആഴ്ച സുരേഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ, സുരേഷിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനോ സഹോദരനോ ആണ്. മറുവശത്ത് ഹസീന, ഒരു കൺമണിയായ ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്ന് കാലങ്ങളോളം കാത്തിരുന്ന് അവർ വേദന ആറ്റി വരുമ്പോഴാണ് അടുത്ത ദുരന്തം ഈ രൂപത്തിൽ അവരുടെ കുടുംബത്തിലേക്ക് വന്നെത്തിയത്. തമിഴ്നാട്ടിൽ കണ്ടെത്തിയ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം സുരേഷിൻ്റേതാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിനായി കേരള പോലീസ് സംഘം ചിദംബരത്തേക്ക് പോയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് കാണുന്നത് ഈ സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിരുന്നു. ആദ്യം ഇവിടെ വന്ന് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം പ്രതി ഇതുവഴി നടന്ന് ആ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷൻ എന്നൊന്നും പറയത്തക്കവണ്ണമൊന്നുമില്ല. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണുള്ളത്. ഇവിടെ സെക്യൂരിറ്റിയോ മറ്റ് സംവിധാനങ്ങളോ CCTV സർവൈലൻസ് പോലുമോ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സ്ഥലത്തൊക്കെ മദ്യപാനികൾ വിഹരിക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു. ഒറ്റയ്ക്കൊക്കെ ഇവിടെ വരുന്നവർക്ക് അവർ ഭീഷണിയാണ്. കാരണം ഈ ഭാഗത്ത് പല സ്ഥലങ്ങളിലുമായി മദ്യം രഹസ്യമായി വിൽക്കുന്നുണ്ട്. അത് വാങ്ങി അടിച്ചിട്ടൊക്കെ ആവണം മിക്കവാറും ട്രെയിനിലൊക്കെ കയറി നമ്മുടെ ഒരു പ്രിയപ്പെട്ട കുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളിയിട്ട ഒരാളും ഈ നെയ്യാറ്റിൻകര ബാലരാമപുരം ഭാഗത്തു നിന്ന് ഉള്ള ആളാണ്. അതാരും മറന്നിട്ടില്ല. അതുപോലെ ഇതുപോലുള്ള സ്ഥലത്ത്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, ആരും നോക്കാനില്ലാത്ത ഇടങ്ങളിലൊക്കെ സാമൂഹ്യ വിരുദ്ധർ ധാരാളമുണ്ട്. ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ അധികാരികൾ കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ദയവായി പറ്റുമെങ്കിൽ ഒരു നേരമെങ്കിലും ഈ സ്ഥലത്തേക്ക് പോലീസ് പട്രോൾ നടത്തണം. അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഒരു നിരീക്ഷണം ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ വിജനമായ സ്ഥലത്ത് ഉണ്ടാവണം. ഇന്നലെ തന്നെ ഈ പ്രതി ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കണം അവസ്ഥ.
ആരും ഇല്ലാത്ത ഒരിടം. അതുകൊണ്ട് തന്നെ ഈ കാറുടെ പാർക്ക് ചെയ്യാനും ഇവിടെ നിന്ന് പ്രതിക്ക് രക്ഷപ്പെടാനും കഴിഞ്ഞു. അയാളിപ്പോൾ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സ്ഥലത്ത് മരിക്കുന്നതിന് പകരം ഒരുപക്ഷെ പ്രതി രക്ഷപ്പെട്ടെങ്കിലോ ദീർഘകാലം വേഷം മാറി ഒളിവിൽ കഴിഞ്ഞിരുന്നെങ്കിലോ ഇതിൻ്റെ പിറകെ എത്രമാത്രം കാശ് മുടക്കി അന്വേഷണ ഉദ്യോഗസ്ഥരും നമ്മുടെ ഉപാധികളും സംവിധാനവും ഒക്കെ ഈ പ്രതിക്ക് വേണ്ടി നടക്കേണ്ടിയിരുന്നേനെ. സ്വയം അയാൾ തന്നെ ആ ശിക്ഷ ഏറ്റുവാങ്ങി. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, റെയിൽവേ സ്റ്റേഷനെന്ന് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു, വെറും ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ ട്രെയിൻ നിർത്തും. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ കണ്ട കാഴ്ചയും ഒരു വേദനയാണ്. ശ്രദ്ധിക്കണം. എന്തും വലിയ അപകടം നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതാണ് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. ഒറ്റയ്ക്ക് സ്ത്രീകൾ, കുട്ടികൾ ഒക്കെ വരുന്ന ഒരു സ്ഥലമാണിവിടം. ഇവിടെ പോലീസിൻ്റെ നിരീക്ഷണം വേണം, ശക്തമായി വേണം.